ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ ഹോസ്റ്റൽ റൂമാണ്. അവിടെ നല്ലൊരു അലർച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്ത് പറ്റി ഏത് പറ്റിയെന്നൊന്നും അറിയില്ലല്ലോ. എല്ലാവരും കൂടി എന്തിനു വേണ്ടി തിരിച്ചതാന്നുള്ള കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മുൻമുന്നിൽ നിർത്തിയിട്ടാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജെറോമിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ സെന്നാണെങ്കിൽ ഓടിപ്പാഞ്ഞ് നടക്കുക കേട്ടോ. കാരണം അവർക്ക് എന്ത് പറ്റിയെന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി അവൾ മൊത്തത്തിൽ അവിടെ ഓടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൗണ്ടിനനുസരിച്ച് അവൾ ഫൈനലി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴായിരുന്നു അവൾക്ക് മനസ്സിലാവുന്ന ഒരു കാഴ്ച, ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചെറിയൊരു പ്രാങ്ക് പോലെ അവൾക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. കാരണം ഇവളുടെ ബർത്ത്ഡേ എല്ലാവരും ഓർത്ത് വെച്ച് ഒരു സർപ്രൈസ് കൊടുത്തല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവളും നല്ല ഹാപ്പിയാണ്, അവിടെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു എല്ലാവരും കൂടെ മാറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തേക്കെന്നുള്ള രീതിയിൽ. മാറ്റാണെങ്കിൽ കുറച്ചൊരു നാണത്തോടി റൊമാൻറ്റിക്കോട് കൂടി നല്ല രീതിയിൽ നല്ല വൈബായിട്ടുണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജെറോം അവനോട് പറയുന്നുണ്ട്, മാറ്റ് നീ എന്തോന്ന് അവൾക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് അതെന്താ കൊടുക്കാത്ത, ആ ഒരു ഗിഫ്റ്റ് എന്താ കൊടുക്കാത്തതെന്നുള്ള രീതിയിലൊക്കെ അവനോട് ഭയങ്കര നാണത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അവനത് കേട്ടിട്ട് നാണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അവനാണെങ്കിൽ നമ്മുടെ ജെന്നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജെൻ എന്തോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാനാണെന്നാണ് വിചാരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവൾ അത് എന്താവും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങൾക്കും ഇവൻ അവളെ ഇഷ്ടം എന്നുള്ള കാര്യം ഇവൾക്ക് അറിയാം. ആ ഇഷ്ടങ്ങൾ ഇവള് ചെറിയ രീതിയിലൊക്കെ ഹാപ്പി ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവരെ വിഷ് ചെയ്യുന്നുണ്ട്. ആറ്റിൻ്റെ ആ ഇഷ്ടവും കാര്യങ്ങളൊക്കെ സെന്ന് നല്ല ഹാപ്പിയോട് കൂടിയാണ് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിയിൽ ഇൻക്ലൂഡ് ആവുന്നതും. സോ അവൾക്ക് നമ്മുടെ മാറ്റിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ മാറ്റ് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സന്തോഷത്തോടു കൂടി അങ്ങനെ വാങ്ങിച്ചിട്ട് അവൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ക്യാൻഡിലും കാര്യങ്ങളൊക്കെ ഊതിയിട്ട് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ആരതൊക്കെ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആരായിരിക്കും, മിയ തന്നെയെന്ന് പറയുന്നുണ്ട്. മിയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മിയനോട് പ്രത്യേക ഒരു താങ്ക്യും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സെന്നാണെങ്കിൽ അവിടെ ആ സെക്രട്ടറി റൂമിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര നാണത്തോട് കൂടി ആ റൊമാൻറ്റിക് സീനും കാര്യങ്ങളൊക്കെ, ആ ഒരു ചെറിയൊരു ചിരിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല വോക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സുപ്രീമോ എല്ലാവരും ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു സുപ്രീമോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത് ഇവളാണെങ്കിൽ ഇങ്ങനെ പെന്നും പിടിച്ചിട്ട് എന്തോ ഒരു നാണത്തോട് കൂടിയുള്ള ചിരിയും കാര്യങ്ങളൊക്കെയാണല്ലോ പാസ്സാക്കി വിടുന്നുണ്ടായിരുന്നത്. എന്തിനായിരിക്കും ഇവൾ ചിരിക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മുടെ സെന്നാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. കാരണം മാറ്റ് അവളെ ഇങ്ങനെ വിഷ് ചെയ്തതും അതുപോലെ തന്നെ അവളുടെ ബർത്ത്ഡേ അതിൻ്റെ എല്ലാം കൊണ്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ അവളെ നല്ല രീതിയിൽ അവിടെ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സുപ്രീമോട് സഹിക്കുന്നില്ല. സുപ്രീമോ അത് എന്തിനായിരിക്കും ഇവളിങ്ങനെ ചിരിക്കുന്നുണ്ടാവുക, എന്തെങ്കിലും ഗുഡ് ഇലക്ഷൻ ഉണ്ടാവുമോ അതോ വേറെ എന്തെങ്കിലും ആയിരിക്കാമോ? കാരണം നമ്മുടെ സുപ്രീമോയ്ക്കും അവളോടൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് അറിയാമല്ലോ. സുപ്രീമോ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്, എനിക്ക് വോക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നല്ല വൃത്തിക്ക് ചെയ്താൽ പോലെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഫസ്റ്റ് ഇവങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ ചിരിച്ചിട്ട് അവൻ വന്നപാടേ നടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മുന്നിലേക്ക് വന്ന് നിന്നിട്ടും തീരെ വാല്യൂ കൊടുക്കാത്ത രീതിയിൽ, കാരണം അവൾ ഈ ഒരു ലോകത്തില്ല. ഇവളാണെങ്കിൽ ആ സംഭവത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ആ ഒരു സമയത്ത് സുപ്രീമോ നമ്മുടെ അവിടെയുള്ള ഒനിയൽ പറഞ്ഞിട്ടുള്ള വേറൊരു സെക്രട്ടറി ഉണ്ടല്ലോ, സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടിയും കാര്യങ്ങൾ എന്താണ്. എൻ്റെ സെക്രട്ടറി പറയുമ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കും. കറക്റ്റ് അതിന് ഡെഫിനിഷൻ പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഡ്യൂട്ടി ഉണ്ട്, നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. സോ അതിനെല്ലാവരും റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സെന്നി നോർമലായിട്ട് അവിടെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിലും ഡ്യൂട്ടിക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ എല്ലാവരും പോയതിനു ശേഷം ഏസ് നമ്മുടെ സെന്നിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്ര ആലോചിച്ചിരിക്കാൻ, എന്താണ് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതിയാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെന്നി പറയുന്നുണ്ടായിരുന്നു ഇത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളിത് അറിയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്നാലും നമ്മുടെ ഏസ് ചോദിച്ചിട്ടും അവളങ്ങനെ മറുപടി പറയാതെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച പറയുന്നത് ഇവളാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് കൈയും കാര്യങ്ങളൊക്കെ കഴുകി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ആ ഏഞ്ചൽ വരുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ ആണെന്ന് മനസ്സിലായല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ സുപ്രീമോനായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്നിരുന്ന രണ്ടാൾക്കാരുണ്ടായിരുന്നല്ലോ. സുപ്രീമോ നമ്മുടെ സെന്നിൻ്റെ പ്രയോറിറ്റി കൊടുക്കാതെ ഏഞ്ചലിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നു അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കണം, നീ എല്ലാ രീതിയിലും അവനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിന്നാൽ മതി. കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. സോ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഓവറായിട്ട് കാട്ടിക്കൂട്ടി അതിനൊക്കെ സോറി എന്നും കൂടെ പറഞ്ഞിട്ടായിരുന്നു അവൾ പോകുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ സെന്ന് ഇവൾക്ക് എന്ത് പറ്റി, ഇവൾ എന്താ ഇന്നോട് ഇങ്ങനെയൊക്കെ ഒന്ന് പറയുന്നതെന്നുള്ളൊരു തോട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ചിങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം മാറ്റിൻ്റെ ഒക്കെ ആ ഒരു പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടെ എന്നാലും പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കിസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടും അവരുടെ ഒരു അല്ലറ ചില്ലറ ഫണ്ണി മൊമെൻറ്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് എയ്സ് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ എയ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ടായാലോ, എന്താ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ടുള്ള ഫൺ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാണല്ലോ. എന്തായാലും ഇപ്പം എനിക്ക് നമ്മുടെ സെന്നിന് ആവശ്യമുണ്ട്, സെക്രട്ടറി ആണല്ലോ, സോ സെന്നിന് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മാറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും സെന്നിനെ മതിയല്ലോ എന്നുള്ള രീതിയിൽ. ഐ മീൻ ഒരു സെക്രട്ടറി അധികം ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സെക്രട്ടറിയാണ്, സോ എനിക്ക് ഡ്യൂട്ടീസ് നിർവഹിക്കാൻ അവൾ വേണമെന്ന് പറഞ്ഞിട്ട് അവളെ ബലമായിട്ടല്ല എന്നാൽ അവരുടെ സമ്മതത്തോടു കൂടി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ എയ്സ് ആണെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടായിരുന്നു നമ്മുടെ സെന്നിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവളോട് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം. എന്നിട്ട് അവളുടെ ചുണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ സെൻ എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. നോർമലി ഷിയോൺ എന്നാണ് അവളെ വിളിക്കൽ, ഷിയോൺ എന്നാണല്ലോ വിളിക്കൽ. സോ ഇത് ഫസ്റ്റ് നെയിം യൂസ് ചെയ്തിട്ട് സെൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ടിട്ട് അവൾക്ക് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ആ അനൗൺസ്മെൻറ്റ് കേട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലഡി വീക്ക് അത്ര ഫണ്ണായിട്ടോ അല്ലെങ്കിൽ രസമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. സോ ചെറിയൊരു മാറ്റവും കാര്യങ്ങളും വരുത്തുന്നുണ്ട്. നിങ്ങളുടെ ലോക്കറിലാണെങ്കിൽ നിങ്ങളുടെ പേരെഴുതിയ എല്ലതും ഇട്ടിട്ടുണ്ടായിരുന്നു. പേരെഴുതിയതുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്, പേരെഴുതിയത് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. സോ മരണം വരെ നിങ്ങൾക്ക് സംഭവിക്കാന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നല്ല ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവരുടെ പേരിൽ ഐ മീൻ ആ ഒരു സ്ലിപ്പിൽ അവരുടെ പേരുണ്ട്, പക്ഷേ ഒരുപാട് പേര് സ്ലിപ്പിൽ പേരില്ലാത്തതുകൊണ്ട് നല്ല സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെന്നിന് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ ആ ഒരു ലോക്കറിൽ അവളുടെ സ്ലിപ്പിൽ എന്ത് പേരാണെന്നുള്ളത് അറിയില്ലല്ലോ. സോ അവളാണെങ്കിൽ അപ്പോൾ നല്ല ടെൻഷനായി നിൽക്കുന്ന സമയമായതുകൊണ്ട് എയ്സ് പറയുന്നുണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല, എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളോട് പറയുന്നുണ്ടായിരുന്നു ആ ലോക്കർ പോയി തുറന്ന് നോക്കാൻ, എന്താണെങ്കിലും അറിയണമല്ലോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ലോക്കറും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ലോക്കറും കാര്യങ്ങളും തുറന്ന് നല്ല ടെൻഷനോട് കൂടിയായിരുന്നു അവൾ മുന്നിൽ നേരിടുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എൻവലപ്പ് തുറക്കുമ്പോൾ അതിൽ അവളുടെ പേരില്ല, ബ്ലാങ്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇവളും മേ ബി മരിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഇവൾ ആലോചിക്കുന്നുണ്ടായിരുന്നത് എയ്സ് ഇവൾക്കൊരു കത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, തൻ്റെ എന്തെങ്കിലും തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു കത്തിയും കാര്യങ്ങളൊക്കെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവളാണെങ്കിലും കിടന്നുറങ്ങല്ല, ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളിവിടെ വന്നിട്ട് ഇവളുടെ കൺമുന്നിൽ നടന്ന ഓരോ മരണങ്ങളും, ഓരോ കൺമുന്നിൽ നടക്കാതെ ഓരോ മരണങ്ങളെക്കുറിച്ച് ഇവൾ അറിഞ്ഞതും ആ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്തായിരുന്നു ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. അവൾ സ്വാഭാവികം അവൾക്കെതിരെ ഓരോ ആൾക്കാർ കൊല്ലാൻ വേണ്ടി വരുന്നുള്ള ആ ടെൻഷനോട് കൂടി തന്നെ ആ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അപ്പുറത്തെ റൂമിലാണോ എന്നുള്ള രീതിയിൽ ആ ബോയ്സിൻ്റെ റൂം തുറക്കാൻ പോകുന്നുണ്ട്. ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തലയിൽ കൊണ്ട് വെച്ചിട്ട് അവരവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആരും വിശ്വസിക്കാൻ പാടില്ല, കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യം ശരിയല്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞതൊക്കെ ശരിയാണ്. ആരും വിശ്വസിക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ വായന നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം ഫ്രണ്ട്സിനെ പോലും നമ്മൾ സ്വയമാണ് രക്ഷപ്പെടേണ്ടത്, സ്വയമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഫ്രണ്ട്സിനെ അത്രമാത്രം വിശ്വസിച്ചു. പക്ഷേ ഫ്രണ്ട്സ് നമ്മളോട് ഒരു കാര്യവും പറയാതെ ആ ഒരു ബ്ലഡി നൈറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ഒരു ബ്ലാക്ക് ഹുഡി ധരിച്ചിട്ട് അവളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് അവളുടെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ എന്തായിരിക്കും ഇവരുടെ തീരുമാനം എന്ന് അറിയണം. അങ്ങനെ ഇവളുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യം ശരിയല്ല എന്നുള്ള രീതിയിൽ അവൾ സ്വന്തമാണ് വിശ്വസിക്കേണ്ടത്, വേറൊരാളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അവളുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു കാര്യം ശരിയല്ല എന്നുള്ള രീതിയിൽ അവൾ ചിന്തിച്ചിട്ട് തന്നെ ഇങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഒരു ലേഡി വരുന്നുണ്ടായിരുന്നു, ഒരു ഗേൾ വരുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഈ ഒരു ബ്ലഡി നൈറ്റിൽ മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലൊരു സുപ്രധാന ന്യൂസ് പറയുന്നത് ഇവൾക്ക് അത്ര അറിയുന്ന ഒരാളായിരുന്നു, നമ്മുടെ സെന്നിന് അത്രമാത്രം ആത്മബന്ധമുള്ള ഒരാളാണ് ഇതെന്നാണ് തോന്നുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാവുന്നത് ഇവൾക്ക് നല്ലൊരു പരിചയമുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ്. അങ്ങനെ മാസ്കും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാണ് അവൾ അവിടെ ഇടുന്നത്. അപ്പം നമ്മുടെ സെന്നിന് എന്തായാലും ആരാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആരായിരിക്കും അയാൾ എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം കേട്ടോ. കാരണം ആരാന്നുള്ളത് നല്ല സസ്പെൻഡ് ആയിട്ട് അവിടെ നിർത്തിയിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.